Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. അല്ല, ഇന്ന് ഫുള്ളും വീട് സൈലന്റ് ആണല്ലോ. എന്തേ? അത് അമ്മയും ചേച്ചിയും കൂടെ പുറത്തു പോയതാ. അത് ശരി. അല്ല, നീ പഠിച്ചു കഴിഞ്ഞോ? ഇല്ല ഇനിയുണ്ട്. പക്ഷേ പഠിച്ചോണ്ടിരിക്കുമ്പോ ബോറടിക്കാ. അതാ വിളിച്ചേ. എക്സാം മുഖ്യം ബിഗിലേ, മര്യാദയ്ക്ക് പഠിച്ചോണ്ടേ. ഓ, അതൊക്കെ പഠിക്കുന്നുണ്ട്. അല്ല, ഗൗതം എന്തിയാ? ഞാനിതേ അയറക്കുട്ടിന്റെ കൂടെ ഇരുന്ന് അവക്ക് കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. ആഹാ, അത് ശരി. മാമ സിംഹം ഓടി വന്ന് ജിറാഫിനെ പിടിക്കാൻ നോക്കി. എന്നിട്ട് ജിറാഫ് ഓടിപ്പോയി. ഹോയ് കാന്താരിയെ, കേട്ടോ എന്റെ അയറക്കുട്ടിന്റെ കഥ? കേട്ട് നല്ല അടിപൊളി കഥ. അല്ല, നീ ഇന്ന് സ്റ്റേഡിയത്തിൽ പോയില്ലേ? ഹേയ് ഇല്ല കാന്താരി, കുറച്ച് കഴിഞ്ഞാ ഇറങ്ങണം. അമ്മ പുറത്തു പോയതാ. അമ്മ വന്നു കഴിഞ്ഞാ അയറനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ പോവും. അല്ല, അപ്പൊ ചിന്നു ചേച്ചിയോ? അവള് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാ. അയ്യോ, എന്താ പറ്റി? ഹേയ് കാര്യായിട്ടൊന്നുമില്ല. അത് ചെറുതായിട്ട് അലർജി ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടി പോയതാ. ഓ, അങ്ങനെ. തമ്പുരുവേ. ആ, ഗൗതം, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എന്റെ അച്ഛമ്മ വിളിക്കുന്നുണ്ട്. എന്താണെന്ന് പോയി നോക്കിക്കാട്ടെ. ഓക്കേടേ. വെക്കട്ടെ. ലവ് യു. ടു ടു. 2 അല്ല 3. ഗൗതം. മര്യാദയ്ക്കും ലവ് യു 2 പറഞ്ഞിട്ട് പോയാച്ചാ മതി. ഗൗതം. ഒരു ഗൗതമില്ല, നീ പറഞ്ഞിട്ട് പോയാ മതി. ഗൗതം. എന്താ കാന്താരി? ഓ, ഇവനത് പറയേണ്ട വെക്കത്തില്ലല്ലോ. വെക്കത്തില്ലല്ലോ. നീയും അങ്ങനെയല്ലേ? സ്റ്റേഡിയത്തിലാന്ന് പറഞ്ഞാ പോലും നിനക്ക് എന്തായാലും മസ്റ്റായിട്ടത് പറയണല്ലോ. അപ്പൊ പിന്നെ എനിക്കാവല്ലോ വാശിയൊക്കെ. അത് പിന്നെ ഞാൻ നിന്റെ നല്ലതല്ലേ അങ്ങനെ പറയാൻ പറയുന്നേ. കാരണം ബാക്കിയുള്ളവരും കൂടെ അറിഞ്ഞോട്ടെ നീ സിംഗിൾ അല്ല, കമ്മിറ്റഡ് ആണ്. ആഹാ, അത് ശരി. ഇതായിരുന്നല്ലേ അപ്പൊ ഇതിന്റെ പിന്നില് തന്ത്രം. തമ്പുരുവേ. ആ, ദേ വരുന്നു അച്ഛമ്മേ. ഗൗതം, ലവ് യു ടു. പിന്നെ വിളിക്കാട്ടോ. എണീച്ച ഉണ്ണി, എന്നാ കുറച്ച് ചായ കുടിക്കേ. ഓ, ചായ ഒന്നും വേണ്ട, അമ്മ കുടിച്ചോ? അല്ല ഉണ്ണിയെ, വന്നപ്പോ മുതല് തലവേദന പറഞ്ഞ് കേറി കിടന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? തലവേദനക്ക് ആക്കണ്ടോ? ആ, എന്താ അമ്മേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ, ട്രാവൽ ചെയ്ത് വന്നില്ലേ, അതിന്റെതാ. എന്നാൽ എന്റെ ഉണ്ണിയെ, അന്റത് വല്ലാത്തൊരു കഥ തന്നെ. ബസ്സിൽ പോയാ പോലും ഛർദിക്കാത്ത ആളാ. ഇപ്പൊ ദേ വന്നപ്പോ മുതല് മുഖൊക്കെ അങ്ങ് ഇരുണ്ട പോലെ. കണ്ണൊക്കെ നോക്കിയേ, തോന്നു തുടുത്ത് നിൽക്കുന്നേ. അല്ലടി പെണ്ണെ, ഈ കരയെങ്ങാനും ചെയ്തിക്കണോ? ഓ ഇല്ല അമ്മേ, ഞാൻ എന്തിനു കരയാനാ? അത് ബൈക്കിലല്ലേ വന്നേ, അതാ പൊടിയൊക്കെ തട്ടി കണ്ണിനെന്തോ അലർജിയാന്ന് തോന്നുന്നേ. അത് ശരി. എടി ചേച്ചി. നന്ദുവേ. എന്ത് ഇങ്ങനെ ഷോക്കായി നോക്കുന്നേ? എന്ത് വാടാ കോലത്? എന്തേ ഈ കോലത്തിന് എന്താ കുഴപ്പം? അമ്മ എന്തൊക്കെയാ കാണുന്നേ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഒക്കെ അവന്റെ ഇഷ്ടത്തിനല്ലയോ. താളത്തിനൊത്ത് തുള്ളി കൊടുക്കാൻ അവന്റെ പപ്പ ഉണ്ടല്ലോ. പിന്നെ പറഞ്ഞിട്ടെന്തോ കാര്യം? കാതില് കമ്മലും അവന്റെ തലക്കേട്ടും അവന്റെ മുടിയും കറക്റ്റ് ബംഗാളി ലുക്കന്നെ. ആണെങ്കിലേ ഞാൻ അങ്ങ് സഹിച്ചു കേട്ടാ. നിന്റെ അടുത്ത് ഒരു 20 ഉറുപ്പിക ഉണ്ടോ? എന്റെ 1000 ഉറുപ്പിക ഇട്ടിട്ട് ഇനി മുറുക്കാനും കൂടെ വാങ്ങി മുറുക്കാനായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ കറക്റ്റ് ബംഗാളിയാവല്ലോ. ചേച്ചി, ഒരു ചാൻസ് ഞാൻ നിനക്ക് തന്നെ, അതിൽ നീ എന്നെ കളിയാക്കി. അത് ഞാൻ കാര്യാക്കില്ല. വീണ്ടും വീണ്ടും എന്റെ ലുക്കിനെ കളിയാക്കാൻ നിന്നുണ്ടല്ലോ. അയ്യോ, ഞാനങ്ങ് പേടിച്ച്. എടി ചേച്ചി, ഒരു 20 ഉറുപ്പിക ഉണ്ടെങ്കിതാ, ഞാൻ പോയിട്ട് വന്നിട്ട് തരാന്നേ. ആ പിന്നെ എന്റെ അടുത്തൊന്നുമില്ല. അമ്മ ഇരിപ്പില്ലേ, അമ്മനോട് ചോദിക്കേ. എന്റെ അടുത്തോട്ടൊന്നും വരില്ലേ, അല്ലെങ്കിൽ തന്നെ കുറുക്കി പൈസ അല്ലാതെ അടുത്തുള്ളവരുടെ അടുത്ത് മേടിച്ചു കൊടുത്തിക്കാ. അപ്പഴാ അവിടെ 20 ഉറുപ്പിക. എങ്ങനെ ഉണ്ടായിരുന്നു മോന്തയാ, ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നില്ലേ? ഓ ഒന്ന് പോടി ചേച്ചി, ഓർ ഷോ കാണിക്കല്ലേ. എല്ലാത്തിനും അമ്മനെ പറഞ്ഞാ മതി. അമ്മ സ്ട്രിക്റ്റ് ആവാത്തോണ്ടാ ഇവനിങ്ങനെ വശമായി പോയേ. അത് ശരി, ഇപ്പൊ കുറ്റം മൊത്തം എനിക്കായോ? ഞാനാണ് ഇതൊക്കെ അവനോട് ചെയ്യാൻ പറഞ്ഞേ. അവന് എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല അറിയോ. നേരെ അച്ഛനെ വിളിച്ച് ചോദിച്ച് സമ്മതം മേടിച്ച് അവൻ പോയി കാത് കുത്തിയും മുടി കളറടിക്കൊക്കെ ചെയ്ത് പോന്നതാ. എടി ചേച്ചി, നീ ഇങ്ങനെ വെറിയിടാവണ്ടെന്നേ. ഈ ലുക്കിന്റെ പിന്നില് വലിയൊരു കാരണമുണ്ട്. അതൊക്കെ അറിയുമുണ്ടല്ലോ. നീ എന്നെ പറ്റി ആലോചിച്ച് അങ്ങ് അഭിമാനിക്കുന്നേ. എന്തേ മായാമോഹിനി സീസൺ 2 വേണ്ടി നിന്നെ ഹീറോയിനായിട്ട് തെരഞ്ഞെടുത്തോ? ചേച്ചി, ഇതും കൊള്ളാം. എനിക്ക് വയ്യ. എന്റെ ലുക്ക് കണ്ട് നീ ഇവരെ ഫ്ലാറ്റ് ആയില്ലേ? ഇറങ്ങി ഓർ മല കയറി ചിന്തിക്കണ്ട കേട്ടാ. എന്തേലേ ഒരുപാട്
ജോഡിയില്ലാത്ത കമ്മലുണ്ടെന്നേ. ഞാന് ഒരുപാട് കാലം അത് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നേ. കളയാനാണെങ്കിൽ മനസ്സും വരുന്നില്ല. എല്ലാം ഞാൻ ആറ്റുനോറ്റ് വാങ്ങിയ കമ്മലാന്നേ. എങ്ങനെ കളയുന്ന ആലോചിച്ച് എടുത്തു വെച്ചത് ഇപ്പൊ ഉപകാരമായി. ഇപ്പൊ ഉപകാരമാക്കിയേ? എന്തിന്? ഇതെന്ത് ചോദ്യാ? നീ ഒരു കാതല്ലേ കുത്തിരിക്കുന്നേ. അപ്പൊ പിന്നെ നിനക്ക് ഓരോ ദിവസം ഓരോന്നിടാലോ. ഉണ്ണി നന്ദു, ഞാൻ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സംഭവം പെട്ടെന്ന് നിന്നെ ഇങ്ങനെ കണ്ടപ്പം എനിക്ക് ദേഷ്യം വന്നെങ്കിലും നിനക്കൊരു കാര്യം അറിയോ? ഞാൻ പണ്ട് അനിയത്തി വേണമെന്ന ഒരുപാട് ആഗ്രഹിച്ചേ. പക്ഷെ എന്ത് ചെയ്യാനാ, അനിയനായി പോയി. അപ്പൊ പിന്നെ എന്റെ ആഗ്രഹങ്ങളൊക്കെ അവിടെ മൂടി കെട്ടിയതാന്നേ. ഇപ്പതേ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ നന്നായി പുറത്തെടുക്കാലോ. അതിന് തുടക്കം കുറിക്കുന്ന രീതിക്ക് ആദ്യം നമുക്ക് കാതുന്ന് തുടങ്ങാം. ആദ്യം കമ്മല്, പിന്നെ ഒരു മൂക്കുത്തി, പിന്നെ കുറച്ച് മുടിയൊക്കെ വളർത്തി. മുടിയൊക്കെ പിന്നെ പൊട്ടും വെച്ച് പൂവും വെച്ച് ചുടുതാറിട്ട് നടക്കാം. എന്തേ? ഓ എന്റെ പൊന്നെ, എന്റെ നാവ് പൊന്നാവട്ടെന്നേ. എടി എന്തോന്നടി, വിട്ടേക്ക്. നിനക്ക് എന്റെ പവർ എന്താന്ന് അറിയാത്തോണ്ടാ. എന്റെ സ്കൂളിലോട്ടൊന്ന് വന്നു നോക്ക്. നീ എന്റെ ഈ ഒരു മുഖല്ലേ കണ്ടിട്ടുള്ളൂ. സ്കൂളിൽ എനിക്കുള്ള മുഖം കണ്ടിട്ടില്ലല്ലോ. ഓ, ഈ മുഖം തന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പഴാ വേറൊരു മുഖം. ഒന്ന് പോയേടാ. ആരുമില്ലേ? ഉണ്ണിയെ, പുറത്ത് ആരോ വന്നിട്ടുണ്ട്. ഒന്ന് പോയി നോക്കിയോ മോളെ? ദേ പോന്ന്. ശ്ശെ. ഇതാരാ? ഡോണില്ലേ ചേച്ചി? ഡോണോ? അല്ല, അങ്ങനെ ആരില്ലല്ലോ. ഓ, നിനക്ക് ആദ്യം ഒന്ന് അഡ്രസ് ഒക്കെ നോക്കിക്കൂടായിരുന്നോടി? എടി, ഇതന്നെയാ. എന്നോട് ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ഡോണിന്റെ വീട് ഇവിടെയാണ്. പിന്നെ ചേച്ചി, ചേച്ചി ഈ വീട്ടിലുള്ളതാണോ? അതെടാ, അതുകൊണ്ടാ പറഞ്ഞേ. ഇവിടെ ഡോണെന്ന് പറയാൻ ആരില്ല. നിങ്ങൾക്ക് ചിലപ്പം തെറ്റിയതായിരിക്കും. അയ്യോ, അല്ല ചേച്ചി, തെറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ഡോണിനെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഈ വീട്ടിലോ? അതെ ചേച്ചി. എന്താ മക്കളെ, ആരവര്? ആർക്കറിയാമേ? ഏതോ ഡോണിനെ തിരക്കി വന്നതാണ്. ഡോണോ? ആണേ. അല്ല, ഇവിടെ മുൻപ് ഡോണെന്ന് പറയാൻ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? നമ്മൾ വന്നിട്ട് തന്നെ 4-5 കൊല്ലായില്ലയോ? പിന്നെ എങ്ങനെ വേറെ ആൾ താമസിക്കാനേ? എടി, എനിക്ക് തോന്നുന്നത് നിനക്ക് വീട് തെറ്റിയെന്നാ. വാ, നമുക്ക് ആ അഭിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഓ, ഒരു തെറ്റില്ല. ഡോണിന്റെ വീട് എനിക്ക് അറിഞ്ഞൂടെ? എടി, ഞാനിവിടെ ഡോണിനെ കാണാൻ തുടങ്ങിയത് ഇന്നൊന്നല്ല, കുറെ ആയി കാണുന്നേ. ഈ ചേച്ചിനെ എനിക്ക് പരിചയമില്ലാത്തത്. മിക്കവാറും ഇത് ഡോണിന്റെ സിസ്റ്റർ ആവാനായിരിക്കും ചാൻസ്. അല്ല, പിന്നെ എന്തുകൊണ്ടാ ഡോണിനെ അറിയത്തില്ലെന്ന് പറയുന്നേ? ഓ, അത് പിന്നെ ഡോണിനെ തിരക്കി ഡെയിലി ആൾക്കാർ വരുമല്ലോ. അപ്പൊ പിന്നെ അവർക്കതൊരു ശല്യമായിട്ട് തോന്നിക്കാണുന്നേ. അതുകൊണ്ടായിരിക്കും ഇല്ലെന്ന് പറയണേ. ഓ, അങ്ങനെ. അല്ല, ഇന്നെന്തായാലും ഡോണിനെ കണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുമല്ലേ? അതൊക്കെ നമുക്കിന്ന് റെഡി ആക്കാനേ. എടാ, നിങ്ങൾക്ക് വീട് മാറിയെന്നാ തോന്നുന്നേ. അങ്ങനെ ആരും ഇവിടെ ഇല്ലെന്നേ. അകത്തേക്ക് പോരെ. ഡോണോ? അയ്യോ, അത് എന്റെ അനിയൻ. ഒന്ന് മാറ് ചേച്ചി. എടി, നീ എന്താ അവിടെ നിൽക്കുന്നേ? വാ. അല്ല, ഇവിടെ എന്താ ഇപ്പൊ നടക്കുന്നേ? ഡോൺ? അല്ല, ഈ കൊച്ചിന് തന്നെ പറ്റിയതാ. ഇവരെ കടന്ന് ഡോണ ഡോണെന്ന് വിളിക്കുന്നേ. അതാ എനിക്ക് മനസ്സിലാവാത്തെ. യാ, ടെൽ മീ, എന്താ വീട് വരെയൊക്കെ? അതെ ഡോൺ, ദേ, ഷീ ഈസ് മൈ കസിൻ. പേര് ദർശ. വീട്ടില് ദർശ എന്ന് വിളിക്കും. എടി, എന്താ അവിടെ നോക്കി നിൽക്കുന്നേ? ഡോണിന് ഒരു ഹായ് കൊടുക്ക്. ഹായ്. ഓ, ഇതെന്താന്നേ, കഞ്ഞിവെള്ളം കുടിക്കാത്ത പോലെ കുറച്ച് എനർജിയിലൊക്കെ ചിരിച്ചോണ്ട്. ദേ, ഹായ് ഡോൺ. ഉഷാറ്. അല്ല, പ്രോബ്ലം എന്താ? അയ്യോ, പ്രോബ്ലം ഒന്നുമില്ല ഡോൺ. അത് ഇവള് ന്യൂ അഡ്മിഷൻ അല്ലേ. അപ്പൊ പിന്നെ ഫസ്റ്റ് ഡേ എന്തായാലും ഡോണിന്റെ വക. അല്ല ഡോൺ, ഞങ്ങൾക്കൊക്കെ ഡോണിനോട് എന്ത് റെസ്പെക്ട് ആണ്. ഡോണിനെ അറിയാലോ. ഇവളെ നാളത്തെ ഫസ്റ്റ് ഡേ ആണ്. അതാ ഇവർക്കാണെങ്കിൽ ഞാൻ ഡോണിനെ പറ്റി പറഞ്ഞപ്പോ മുതലേ വലിയ പേടിയൊക്കെ. അതാ ഡോണൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തെങ്കിൽ നാളെ എക്സാമിനേഷൻ ഒന്നും വെക്കാതെ അവക്ക് നേരെ പാസ്സായിട്ട് നേരെ കൊണ്ട് ക്ലാസ്സിൽ കേറാലോ. അപ്പോ റെക്കമെൻഡേഷന് വന്നതാ. ഐ ആം റൈറ്റ്? അതെ ഡോൺ, നാളത്തെ റാഗിങ്ങിന് എങ്ങനെങ്കിലും ഇവളെ ഒരു പാവല്ല പഞ്ചപാവം. അതുകൊണ്ടാ. ഓ, ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കാതെ മുഖം പാവം പോലെ വെക്ക്. ഓ, അവൻ ജീവിച്ച് കാണിക്കാണല്ലോ. ഡോൺ. ഓക്കെ. ഓ, താങ്ക് യു ഡാ. താങ്ക് യു
ഇപ്പൊ മനസ്സിലായോടി ചേച്ചി നിന്റെ അനിയൻ ആരാന്നും അവൻ എത്ര പവർ ഉണ്ടെന്നും. അവരൊന്ന് പോട്ടടാ ചട്ടിത്തലയാ, നിനക്കുള്ള ഞാൻ തരാം കേട്ടാ. അപ്പൊ ഓക്കെ, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്, സോ എനിക്ക് ടൈമായി. ഓക്കേ ഡോൺ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ഓക്കെ ഓക്കെ. ഹർഷു, ഇനി ആരെ കണ്ട് പേടിക്കണ്ട, ഡോൺ എന്നെ കൂടെ ഉണ്ടെന്നേ. സോ നാളെ ധൈര്യമായിട്ട് വാ, ഓക്കേ? ഓക്കേടി ചേച്ചി, എന്നാ പോട്ടെ. ശരിടാ ആൻറ്റി. പോയിട്ടോ മോളെ, നോക്കിപ്പോ കേട്ടാ. ഓ, മഴ പെയ്ത് ഒക്കെ പൊതിർന്നിക്കണല്ലോ. അല്ല, ഈ നേരത്തെ ധാരാ പുറത്താണെങ്കിൽ നല്ല മഴയാണല്ലോ. ഈ നേരത്തെ ആരെയിരിക്കും? ഇനിയിപ്പോ കിടു ട്യൂഷൻ കഴിഞ്ഞ് വന്നതായിരിക്കോ? ഇവനോ? ഓയ് മൈ ഡിയർ പൊണ്ടാട്ടി. പൊണ്ടാട്ടി നിന്നെ മാറ്റാളോടാ. അതല്ലേ നിന്നെ വിളിച്ചേ? വന്ന് കേറിയപ്പോ തന്നെ തുടങ്ങി. അല്ല, എന്തിനാ വന്നേ? അത് അവിടെ നിന്ന് പറയാം. അവിടെ നിന്ന് പറഞ്ഞ ചിലപ്പോ കേട്ടില്ലെങ്കിലോ? കേൾക്കാതൊക്കെ ഞാനെന്താ ചെറിയ പൊണ്ടത്തിയോ? മണിക്കുട്ടൻ ചേട്ടാ. ഓയ് എന്തെടുക്കുവായിരുന്നു? മാങ്ങ പൊറുക്കിയായിരുന്നു. അത് പിന്നെ എക്സാം ഒക്കെ അല്ലേ വരുന്നത്, അതാ പഠിക്കായിരുന്നു. അത് ശരി. ഓയ് ഇനി എന്താ വീണേ? ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. തമ്പുരാ. എന്താ ചേച്ചി? അത് ദേ നിന്റെ മണിക്കുട്ടൻ ചേട്ടനല്ലേ വന്ന് നിൽക്കുന്നേ. ചെല്ല്, ചെന്ന് വെള്ളം തിലെടുത്ത് കൊടുക്കേ. അതെന്താ ചേച്ചിക്ക് കൊടുത്തൂടെ? ഇവളെക്കൊണ്ട്. അത് പിന്നെ എടി, എനിക്ക് കുറെ പഠിക്കാനുണ്ട്, അതാ. അയ്യോ, പഠിക്കുന്ന ഒരാളെ കണ്ടേച്ചാലും മതി. മോഡൽ എക്സാമേ എനിക്കാ, അല്ലാതെ ചേച്ചിക്കല്ലേ കേട്ടാ. അതെന്താ എക്സാം ടൈം മാത്രം പഠിക്കാൻ പറ്റുമോ? നോക്ക്, എനിക്ക് പഠിക്കാനുണ്ട്. അത് മാത്രല്ല, വരാനിരിക്കുന്ന എക്സാമിന് ഇപ്പൊ തന്നെ പ്രിപ്പയർ ആവണം. അതുകൊണ്ടാ പറയുന്നേ. നീ അവനെ നോക്ക്, ഞാൻ പോവാ. പിന്നെ വലിയൊരു പഠിപ്പിസ്റ്റ് ഇത്ര നേരം ഫോണില് കുത്തിരുന്ന് ഡ്രാമ കാണുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. രാജ്യദ്രോഹി. എന്ത് ഡ്രാമയാ തമ്പുരുമോളെ? ഹൈലൻഡ് ബോയ്സാ ചേട്ടാ. അത് ശരി. എന്നാ ചേട്ടാ അതേക്ക് കേറിയിരിക്കേ, ഞാൻ പോയി. ഓ ചെല് ചെല് ചെല്, തമ്പുരുമോള് ചെന്നിരുന്ന് പഠിക്കുന്നേ. ചേട്ടനെ നോക്കാൻ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. എന്നാ ഞാൻ പോവാട്ടോ. തമ്പുരോ. മക്കളെ, മണിക്കുട്ടാ, നീയായിരുന്നോ? അതെ ആന്റി. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? വാ, വന്നിരിക്കേ. അയ്യോ അമ്മ, അവനെ അർജന്റായിട്ട് എവിടെ പോവാനുണ്ട് പോലും. അയ്യോ, ആണോ മക്കളെ? ആയിരുന്നു ആന്റി, ഇവിടെ വരുന്ന തൊട്ട് മുൻപ് വരെ. ഇപ്പൊ വലിയ അർജന്റ് ഒന്നുമില്ല. അത് ശരി, വാ മക്കളെ, വന്നിരിക്കേ. വരുന്ന ആന്റി. കാലമാടൻ എന്തും ഭാവിച്ചാണോ? എന്താണ് നോക്കി നിൽക്കുന്നേ? ചെല്ലേ, ജ്യൂസ് കലക്കി എടുത്തോണ്ട് വാ. 5 minutes later. അമ്മ, ദേ ജ്യൂസ് കൊടുക്ക്. അങ്ങനെ കൊടുത്തോടേ. ഇനിയിപ്പോ അതിന് ഞാൻ വരണ. അതന്നെ വീണേ, എല്ലാത്തിനും അമ്മനങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ എങ്ങനെ? പേടിക്കേ. അത് ശരി, നീ അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നിട്ട് ജ്യൂസ് പിടിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ? പെണ്ണിന്റെ ഒരു കാര്യേ, ഇനിയിപ്പോ അവൻ എണീച്ചൊന്ന് വേണോ? കൊടുക്കണ്ടേ വീണേ? കുടിക്കടാ, കുടിക്കേ. വയറളകി അൺലിമിറ്റഡ് ഓഫർ കിട്ടും, നോക്കിക്കോ. ഇഷ്ടായി. ഇഷ്ടായെന്നോ? അതിന് നീ ഈ ജ്യൂസ് കുടിച്ചിട്ടല്ലോ വന്ന് വന്ന് നിനക്ക് ഭ്രാന്തായോ? ജ്യൂസ് അല്ല പറഞ്ഞേ, പെണ്ണിനെ ഇഷ്ടായെന്നേ. അല്ല, പെണ്ണ് കാണല് കഴിഞ്ഞ് ഇനി അടുത്തത് ഉമ്മണ്ടായിപ്പോയി. ആരാന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞേനെ. നീ പറയടി ചക്കരേ, അതൊന്നും എന്റെ അമ്മായിമ്മ അത്രക്കാരി നെഹിയേ. മര്യാദക്ക് ജ്യൂസ് കുടിച്ചിട്ട് ഓടിപ്പോയിക്കോണ്ടേ. പെണ്ണ് കാണല് കഴിഞ്ഞോണ്ട് ഓടി പോവാനോ? എന്റെ ചക്കരേ, നിനക്ക് എന്നോടുള്ള സ്നേഹം ചേട്ടന് മനസ്സിലാവുന്നുണ്ടെന്നേ. പക്ഷേ ഇത്ര തിരക്ക് കൂട്ടുന്ന എന്തിനാ? ഒരു എൻഗേജ്മെന്റ് ഒക്കെ വെച്ച്, ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ വെച്ച്, ഒരു ഹൽദി ഒക്കെ നടത്തി, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാനേ. അതല്ലേ ഇപ്പത്തെ ട്രെൻഡ്. ഞാൻ ഓടിപ്പോൻ പറഞ്ഞത് നിന്നോടോ? ഒറ്റയ്ക്ക്
ഒറ്റക്കോടാൻ ഞാനത് ഹുസൈൻ പോൾട്ടോ. ജ്യൂസ് പിടിക്കണെങ്കിൽ പിടിക്കേ, അല്ലെന്നുണ്ടെങ്കിൽ തലയെ കൂടെ ഒഴിച്ചാലായിരിക്കും പറഞ്ഞേക്കാം. എന്റെ മക്കളെ ജ്യൂസ് ഇഷ്ടമായില്ലേ? ഓ ഇഷ്ടായി ആന്റി. ജ്യൂസും ജ്യൂസ് തന്ന ആളും. The next day. ഞാൻ പറഞ്ഞ കട്ടിങ് മതി കേട്ടോ. ഓക്കെ മോനെ. പറ കാന്താരി. അല്ല, നീ ശരിക്കും മുടി വെട്ടാൻ പോവാ? ഏയ് അല്ലടി, ചുമ്മാ തമാശക്ക് വേണ്ടിയേ വെട്ടി കളിക്കാൻ പോവാ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുന്നേ, നീ ശരിക്കും മുടി വെട്ടാൻ പോവാണോ? ആദ്യടി, അല്ലാതെ ആരും ഫുഡ് കഴിക്കാനൊന്നും ബാർബർ ഷോപ്പിലേക്ക് വരത്തില്ലല്ലോ. ഞാൻ വരുമ്പോ തന്നെ നിന്നോട് പറഞ്ഞിട്ടല്ലേ വന്നേ. നീയും ഓക്കെ പറഞ്ഞതല്ലേ. ഇപ്പൊ എന്താ? ഓ, ഈ ചപ്ര തല കണ്ടിട്ട് എത്ര എണ്ണം വൈത്തല നടക്കുന്നേ. ഇനിയിപ്പം ലുക്കനും പടി ആയിക്കഴിഞ്ഞാ പറയണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം നീ മുടി വെട്ടണ്ട. ചിരിക്കാനൊന്നല്ലേ പറഞ്ഞേ, സീരിയസ് ആയിട്ട് പറയുന്നേ. മാറ്റൊക്കെ നല്ലേനാ, അത് കരുതി നീ മാറണ്ട. ഇതന്നെയാ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ദേ, നീ ചുമ്മാ കാട് കയറി ചിന്തിക്കണ്ടേ. മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നോക്ക്. എക്സാമാ വരാൻ പോന്നേ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നിന്നെ വിളിക്കാം. ഓക്കെ? അപ്പൊ നീ മുടി വെട്ടും അല്ലേ? എടി കാന്താരി, ദേ മുടിയൊക്കെ കണ്ണുമലക്കൊക്കെ തൂങ്ങിട്ടെ ആ കൂടെ ഭ്രാന്തമാരെ പോലെ ഉണ്ട്. അല്ലേലും എന്റെ കാന്താരിന്റെ കൂടെ നടക്കുമ്പം അത്യാവശ്യം ലുക്കൊക്കെ വേണ്ടേ? അയ്യോ വേണ്ട കേട്ടാ, ഉള്ള ലുക്ക് കൊണ്ട് തന്നെ തലവേദനയാ. അപ്പഴാ ദേ മതി, ഇനി സംസാരിച്ച സമയം കളയാൻ കഴിയത്തില്ല. ഈ ഏട്ടൻ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നേ. ഞാനെന്നാ മുടി മുറിച്ചിട്ട് നിനക്ക് കോൾ ചെയ്യാം. ഓക്കെ? ഗൗതം, എടി ചേച്ചി നീ വരുന്നുണ്ടോ? വന്നടാ. കൊള്ളാവോ? എങ്ങനെയുണ്ട്? രസമില്ല. ഓ, അല്ലേലും നിന്നോടൊക്കെ ചോദിച്ചാ എന്നെ വേണം പറയാനേ, ചട്ടിത്തളിയാ. ആയി ശരി, ഭംഗിയുണ്ടോന്ന് വെച്ചാ ഇല്ലെങ്കിൽ ഇല്ലാന്നല്ലേ പറയാൻ പറ്റുമോ? പോണോ ചട്ടിത്തളിയാ. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരേ. ശരിയുടെ മക്കളെ, നോക്കി പോയിട്ട് വാ കേട്ടാ. നന്ദു, എന്തേ? അത് എടാ, പോകുമ്പോ നമുക്ക് പൈങ്കിളിന്റെ വീട്ടിൽ പോവാം. പിങ്കി ചേച്ചിന്റെ വീട്ടിലോ? എന്തിന്? അത് പിന്നെ പൈങ്കിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാ പോകുമ്പോ അങ്ങോട്ടേക്ക് വരണേന്ന് പറഞ്ഞായിരുന്നു. അതാ പോകുമ്പോ നമുക്ക് അങ്ങോട്ട് കേറിട്ട് പോട്ടോ. എടി ചേച്ചി, എന്തായാലും അവര് സ്കൂളിലോട്ടല്ലേ വരാ. പിന്നെന്താ? എടാ, അത് അവള് വരാൻ പറഞ്ഞോണ്ടാ. അതിനെന്താ, നമുക്ക് പോകുമ്പോ അങ്ങോട്ട് കേറാവുന്നതല്ലേ ഉള്ളൂ. നീ നടക്ക്. ഓ, എന്തോ ഒരു കഥ. വാ. ഋഷി, ഇനി എനിക്ക് നിന്നെ ഹേർട്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ കാരണല്ലേ നീ ഇപ്പൊ എങ്ങനെ ആയേ. നിന്നെ നീ പഴയ ഋഷി ആക്കുന്നവരെ ഞാൻ വിടത്തില്ല. നിന്നെ അങ്ങനെ കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നേ. ഹലോ, എന്നെ നോക്കി നിൽക്കുന്നേ, നടക്കേ. നീ വരുന്നുണ്ടോ അതോ ഇല്ലയോ? എത്ര വട്ടം ചോദിച്ചാലും ഇതാ എന്റെ ഉത്തരം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല. നീ പോന്നെങ്കി പോ. ഓ, ഈ പ്രാന്തിന് ചില്ലറ വട്ടൊന്നുമില്ല. അല്ലേലും ആരെങ്കിലും ലവ് ഫെയിലിയർ ആയെന്നൊക്കെ പറഞ്ഞ് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിക്കാണ്ടിരിക്കുവോ? ഇപ്പോഴും പറയാ, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവത്തില്ല. അമ്മയാണെങ്കിൽ അതിന്റെ കൂടെ ഇന്ന് പുറത്തു പോയതാ. ജോലി പിന്നെ അവളെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി. ചേട്ടനും ഞാനും ആണെങ്കിൽ വീണേച്ചിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. അവന്റെ സൗണ്ട് പോലും കേൾക്കാറില്ല. മിക്കവാറും അവന് പോയിട്ടുണ്ടാവുന്ന തോന്നുന്നേ. അപ്പൊ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവത്തില്ല ഋഷി, ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഞാനങ്ങ് സഹിച്ച്. അഹങ്കാരത്തിന് കയ്യും കാലും മുറിച്ച സാധനം. ആടാ, ദേ പോവാം. അയറ, പുറത്ത് മമ്മിയുണ്ട്. നീ മമ്മിന്റെ കൂടെ ചെല്ല്. മാമൻ പിന്നെ വന്നോളും കേട്ടാ. അതൊക്കെ മാമ വരും. നീ ഇപ്പൊ മമ്മിന്റെ കൂടെ പോവാൻ നോക്ക്. ടൈം ആയില്ലേ? അയറ, നീ ചെല്ലേ, മാമൻ വരാന്നേ. ഓക്കേടാ മുത്തേ, നീ ചെല്ലേ, മാമൻ വരാൻ കേട്ടാ. ചെല്ല്, നോക്കിപ്പോ. ബായ്. എന്തിനോ ഒന്നിന് തുടക്കം കുറിക്കുന്നുണ്ട്. ഗൗതം, എന്താളിയാ? ഇങ്ങനെ തന്നെ മുൻപോട്ട് പോവാനാണോ എന്റെ ഉദ്ദേശം? ആ, എന്തേ കൊള്ളത്തില്ലേ? അല്ല, ആർക്കായാലും ഒരു ചേഞ്ച് ഒക്കെ വേണല്ലോ. അതുകൊണ്ടാ. അല്ല, ഞാൻ മുടി വെട്ടിയത് ആളിനെ പിടിച്ചില്ലേ? ഗൗതം, ഞാൻ എന്തിനെ പറ്റിയാ പറയണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞിട്ടും എന്നിട്ട് തിരിപ്പിക്കാതെ
ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഗൗതം, ഇതൊന്നും നമ്മളെ ഫാമിലിക്ക് സെറ്റ് ആവത്തില്ല. പക്ഷേ എനിക്ക് സെറ്റ് ആവല്ലോ. നിനക്ക് എന്താടാ ഞാൻ പറയണത് തീരെ മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കേ. അത് അളിയൻ എങ്ങനെ വേണമെങ്കിലും എടുത്തോ, അത് അളിയന്റെ ചോയ്സ് ആണേ. ഗൗതം, ഞാൻ ഓറ് ചുറ്റി വളക്കണമെന്നില്ല. നിന്നോട് നേരിട്ട് തന്നെ പറയാ, ആ പെണ്ണിനായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും ഇവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. അതാ നിനക്കും ഈ ഫാമിലിക്കും നല്ലത്. അത് അളിയനാണോ തീരുമാനിക്കണേ? ഗൗതം എന്തോ നോക്ക്, ഇപ്പൊ ഈ പ്രേമം മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് നീ ആ പെണ്ണിനെ കൂട്ടി നാടായ നാട് ഫുള്ളും ചുറ്റുന്നില്ലേ? ഇതൊക്കെ നിങ്ങളെ പ്രായത്തിന്റെ കുഴപ്പാ, അല്ലാതെ ഇതൊന്നും ലൈഫ് ലോങ് നിലച്ചു നിൽക്കാൻ പോണില്ല. അതുമാത്രല്ല, അവളെ കണ്ടാ തന്നെ അറിയാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളതെന്ന്. അവളിപ്പോ നിന്റെ കൂടെ നടക്കണതും ഈ കറങ്ങണതൊക്കെ എന്തിനു വേണ്ടിയാന്ന് നിനക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവളിപ്പോ നിന്റെ കൂടെ നടക്കണതേ നിന്റെ ഈ സ്വത്തും സമ്പത്തും കണ്ടോണ്ട് മാത്രാ. അതുമാത്രല്ല, അവള് നിന്നെ യൂസ് ചെയ്യാടാ. കാരണം ഇതിലും മികച്ച ഒരാള് വന്ന അവള് നിന്നെ ഇട്ടെറിഞ്ഞു പോവില്ലാന്ന് എന്താ ഉറപ്പുള്ളത്? നിന്റെ കൂടെ ഇത്ര ധൈര്യത്തിൽ നാട് ചുറ്റുന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ എത്ര എത്ര ആൾക്കാരെ കൂടെ. ഗൗതം, നീ ആരെ കൊളർന്നായി കേറി പിടിച്ചെന്നറിയോ? അവളെ എന്റെ പെണ്ണ, അവളെ പറ്റി ഒരു വാക്ക് ഇനി നിന്റെ വായിന്ന് വേണ്ടാത്ത വന്ന അളിയനൊന്നും നോക്കൂല. വലിയ കൊമ്പത്തെ DSP ആണെന്ന് നോക്കത്തില്ല, മനസ്സിലായല്ലോ? ഗൗതം നോക്കിയേ, അളിയൻ എന്ത് പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ. കൊയ്യെടുക്കണോ? നീ ആരോടാ ഏറ്റുമുട്ടിയെന്ന് നിനക്കറിയോ? അറിയാളിയാ, പക്ഷെ അതിനുള്ള കാരണം ഉണ്ടാക്കിയത് ആരാ? അളിയനല്ലേ? എവിടെയോ കൊടുക്കണ പെണ്ണിന് വേണ്ടി എന്റെ കോള തന്നെ കണ്ട കിട്ടിയതൊന്നും അളിയന് പോരെന്നാണല്ലോ തോന്നുന്നേ. അവളെ എന്റെ പെണ്ണ, അവളെ ആരും എന്റെ മുന്നിന്ന് അവളെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറയണം ഞാൻ കേട്ടാ, പിന്നെ അളിയനാണെന്നില്ല, മാമനാണെന്നില്ല, വല്യച്ഛനാണെന്നില്ല. കാരണം അവളെ എന്നെ വിശ്വസിച്ചു വന്ന പെണ്ണ, അവളെ പൊന്നു പോലെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ഗൗതം, തീർന്നില്ല. ഇപ്പൊ നമ്മളെ അമ്മയ്ക്ക് ആരെങ്കിലും വിളിച്ചാ നമുക്ക് നോവൂലേ? എന്തേ അളിയന് നോവത്തില്ലേ? ഗൗതം, നോവും അല്ലേ? അതേപോലെ എനിക്ക് എന്റെ അമ്മനെ പറഞ്ഞാലും ശരി, അവളെ പറഞ്ഞാലും ശരി, എന്റെ ചിന്നുവിനെ പറഞ്ഞാലും ശരി, അത് കേട്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എന്റെ അമ്മ പഠിപ്പിച്ചതാണേ എന്റെ പെണ്ണിനെ ഞാൻ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് DSPന്റെ പവർ ബാക്കിയുള്ളവരോട് ഇറക്കിക്കോ, ഈ ഗൗതമിനോട് വേണ്ട. ഓക്കേ ഗൗതം, ഇതിനൊക്കെ നീ ഖേദിക്കും, നോക്കിക്കോ. അറിയാ, നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോളേ ചിലപ്പം ചില പട്ടികളൊക്കെ കാണും. അതുങ്ങള് നമ്മളെ നോക്കി കുരയ്ക്കുകയും ചെയ്യും. അയ്യോ, കുരച്ചു കഴിഞ്ഞാ പട്ടി എന്തെങ്കിലും കടിക്കുമല്ലോ എന്ന് വിചാരിച്ചേ അങ്ങനെ തന്നെ നിന്നാ നിക്കലേ ഉണ്ടാകത്തുള്ളൂന്നേ. അതുകൊണ്ടേ കുരയ്ക്കുന്ന പട്ടിനൊന്നും മൈൻഡ് ആക്കാതെ നടക്കാൻ പഠിക്കണമെന്നേ. അതില് ഞാൻ ഫുൾ ട്രെയിൻഡാ. അതുകൊണ്ടേ എനിക്ക് നേരെ ഏത് പട്ടി കുരച്ചാലും ഞാനത് നെവർ മൈൻഡിൽ എടുക്കത്തുള്ളൂ. അളിയനും അങ്ങനെ തന്നെ ആവണം കേട്ടോ. ഗൗതം, മോട്ടിവേഷൻ അളിയാ. എന്നാ ഓക്കെ അളിയാ, ഇപ്പൊ തന്നെ വയറൊക്കെ നിറഞ്ഞു കാണുന്നു വിചാരിക്കുന്നേ. അവിടെ എന്റെ പെണ്ണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ പിന്നെ അവൾ ഓറ് കാത്തിരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനെന്നാ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കണ്ടുപിടിക്കാം. ഈ ഡോൺ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ സംസാരിക്കേ, ഞാൻ കണ്ണാടി നോക്കിട്ട് വരേ. എസ്കേപ്പ് ആയല്ലേ? എന്തേ ലുക്ക് കണ്ട് അങ്ങ് ഫ്ലാറ്റ് ആയോ? അതൊക്കെ ഈ ഡോൺ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നും ഇല്ലെന്നേ. നിന്റെ ഡോൺ ഹിസ്റ്ററി ഒക്കെ ഞാൻ കേട്ടായിരുന്നു. അല്ലടാ, ഇത് ശരിക്കും ആള് തന്നെ. ഇതെന്താ ചോദ്യം പിങ്കി ചേച്ചി? എന്റെ സ്കൂളിലോട്ടൊന്ന് വന്ന് നോക്കുന്നേ.
പറയും ഈ ഡോണ്ട പവർ എന്താന്ന്. മിക്കവാറും ഒരു ദിവസം ഞാൻ വരും. മോട്ടേന്ന് ഡോണിലേക്കുള്ള ദൂരം എത്ര ചെറുതായിരുന്നല്ലേ. പിന്നെ അല്ല എന്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്? ലുക്കൊക്കെ കൊള്ളാടാ. എന്നിരുന്നാലും ആ മൊട്ട നന്ദപ്പനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി എന്നാണാവോ ആ മൊട്ട ലുക്കൊന്ന് കാണാൻ പറ്റാ? പിങ്കി ചേച്ചി ചുമ്മാ ഒരു കൗതുകത്തിന്റെ പുറത്ത് പറഞ്ഞതാടാ. അല്ല ഈ ഡോണിന്റെ കൂടെ ഒരു സെൽഫി. ഇതെന്ത് ചോദ്യം പിങ്കി ചേച്ചി? പിങ്കി ചേച്ചിക്കില്ലാത്ത സെൽഫിയാണോ? വാ കമോൺ. രുദ്ര അല്ല നീ എപ്പോഴാ വന്നേ? ഓ സ്കൂളിലേക്ക് പോവാൻ വേണ്ടി വന്നതായിരിക്കല്ലേ? അല്ല ഇവക്കിതെന്ത് പറ്റി? ഇന്നലെ മുതല് സംസാരിക്കുമായിരുന്നല്ലോ, ഇന്ന് മുതല് അതും കട്ടായോ? ഋഷി നിന്റെ ഒരു വിധി നോക്കണേ. മിണ്ടുന്നില്ലെന്ന് കണ്ടാ മിണ്ടാതിരിക്കും അല്ലേ? അയ്യോ അങ്ങനെയല്ല, അത് പിന്നെ ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് നീ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ, അതാ എന്നോടെങ്ങാനും ഇനി തെറ്റിയോന്ന്. മാറ്റൊക്കെ നല്ലതാ, പക്ഷെ ഒരുപാട് അങ്ങ് മാറിയാലേ അത് മാറ്റത്തിന് തന്നെ വലിയൊരു മാറ്റായിരിക്കും. എന്ന് വെച്ചാ? ഓ നീ എത്ര ദിവസം എന്നെന്താ വിളിച്ചിരുന്നേ? പേര് അതന്നെ എന്ത്? അത് പിന്നെ വിളിക്കുന്ന പേര്. വിളിക്കുന്ന പേരല്ലാത്തൊരു പേര് നീ വിളിക്കലില്ലേ? അതെന്ത് പേര്? ഓ നിക്നെയിം. ഓ ഉണ്ണിമോളെന്ന്. ഓ അതല്ല, നീ വെച്ച പേര്. നിനക്ക് പേര് വെച്ചത് നിന്റെ അമ്മയും അച്ഛനല്ലേ? ഞാനിപ്പോ വെച്ചേ. ഋഷി കളിക്കല്ലേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പറഞ്ഞേക്കാം. എടേ ഞാനിപ്പോ ദേഷ്യപ്പെടാൻ മാത്രം എന്താ പറഞ്ഞേ? കുറെ നേരി ഇവക്ക് എന്തേ വയ്യേ? അല്ല ഞാനല്ലേ ലവ് ഫെയിലർ, അപ്പൊ പിന്നെ മെന്റൽ ആവുകയാണെങ്കിൽ മിക്കവാറും ഞാനായിരിക്കത്തില്ലേ? പിന്നെന്തുകൊണ്ടാ ഇവളിങ്ങനെ പെരുമാറുന്നേ? രുദ്ര വീണ്ടും എന്നോട് വിളിക്കല്ലേ? ഇത് കൺഫേം. ഉണ്ണിമോളെ, നീ ഇപ്പൊ വന്നത് അവനെ പഴയ ഋഷിയാക്കാനാ. അതുകൊണ്ട് നീ ഇപ്പൊ അതിൽ ഫോക്കസ് ചെയ്. ഋഷി പറഞ്ഞേ, നീ എന്നെ എന്താ വിളിക്കാറ്? പേര് ഉണ്ണിമോളെ കൂൾ. ഋഷി അതല്ലാതെ നീ എനിക്കൊരു പേരിട്ടില്ലായിരുന്നോ? ഞാനോ? പിന്നെ ഞാനോ? നീയല്ലട വാക്കവോ ബേബി ബേബിന്ന് വിളിച്ചോണ്ട് നടന്നത്. ഓ അത് ഞാൻ നിന്നെ കളിയാക്കി വിളിക്കുന്നതാണോ നീ ഉദ്ദേശിച്ചത്? കളിയാക്കി വിളിച്ചിക്കേ? അപ്പൊ ഇത്ര ദിവസം മകനെ കളിയാക്കി വിളിച്ചതായിരുന്നോ? അതെ, അത് വിളിക്കുമ്പോ നിനക്കങ്ങോട്ട് പ്രഷർ ആവല്ലോ, അതാ. അല്ല അതൊക്കെ എന്തിനാ ഇപ്പോ? ഇന്നലെ മുതലേ ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്തായിരുന്നു. അതാ അതിന്റെ തുടക്കം ഇവിടെ നിന്നാണല്ലോ, അതുകൊണ്ടാ അതൊന്ന് റീകണക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നതാ. അല്ല ബേബ്, നിനക്ക് എന്താ പറ്റിയേ? ഈ വിളിക്ക് വേണ്ടിയാ ഇത്രയും സംസാരിക്കേണ്ടി വന്നേ. ഈ വിളിക്കോ? അല്ല നിനക്ക് പൊതുവേ ഇങ്ങനെ വിളിക്കുന്നൊന്നും ഇഷ്ടല്ലല്ലോ, പിന്നെന്താ? അത് മാത്രല്ല ഇത്ര ദിവസം ഞാനിങ്ങനെ നിന്നെ വിളിച്ചെന്നുള്ള ശരിയാ, ഇപ്പൊ ബട്ട് നീ മതി അവിടെ നിർത്ത്. സത്യം പറയാ ഋഷി, നിന്നെങ്ങനെ കാണാൻ ഒട്ടും രസമില്ല. അത് കുളിച്ചില്ല അതുകൊണ്ടാ. അതല്ല ഉദ്ദേശിച്ചേ. അത് പിന്നെ നമുക്കിടയിലുള്ള ഈ ഗ്യാപ്പ് അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. സത്യം പറയാലോ ഋഷി, ഞാൻ ശരിക്കും പണ്ടത്തെ ഋഷിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സത്യത്തില് എനിക്ക് തന്നെ അങ്ങ് ഗിൽറ്റി ആയിട്ട് ഫീൽ ആവാൻ തുടങ്ങിയേ. ഞാൻ കാരണാണോ നീ ഇങ്ങനെ മാറിയെന്ന്? അയ്യോ അങ്ങനൊന്നും ഇല്ല ബേബ്, അത് പിന്നെ അന്ന് നീ കോളേജില് പെട്ടെന്ന് വന്ന് അങ്ങനെ പറഞ്ഞപ്പം ഞാനൊന്ന് ഷോക്ക് ആയി പോയി. അത് മാത്രല്ല, ഞാൻ അതിന്റെ മുന്നേ ആലക്സിനെ നോക്കിയ കാര്യം അറിയാം. ആ സംഭവത്തിന് ശേഷം പിന്നെ നീ എന്നോട് നേരെ ചേർന്ന് മിണ്ടാനോ മുഖത്ത് നോക്കാനോ ചിരിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. ബാക്കിയുള്ളവരോടും അതേപോലെ തന്നെ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എടി ഇതൊക്കെ എന്തോന്ന്? ഒരു ലവ് ഫീലർ എന്ന് പറഞ്ഞ സങ്കടമൊക്കെ കാണത്തില്ലയോ? ആ സങ്കടവും പെടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? അതൊന്നും എനിക്ക് അറിയത്തില്ല. നീ എന്നോട് പഴയ പോലെ ചിരിച്ചും കളിച്ച് സംസാരിക്കണം, അതെനിക്ക് വേണ്ടു. മനസ്സിലായല്ലോ? ഇനി എന്നെ കാണുമ്പോ പഴയ ഋഷി എങ്ങനെയായിരുന്നോ അതേപോലെ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിമോളെ വേറൊരു മുഖം നീ കാണും. മനസ്സിലായല്ലോ? ഇതെന്തോന്ന് ഭീഷണിയാ? എന്നാൽ എന്റെ ഋഷി, നിന്റെ ലൈഫ് ഡിഫറന്റിലും ഡിഫറന്റ് ആടാ. പിന്നൊരു കാര്യം, അല്ല ഇത് ഇതുവരെയായിട്ട് കഴിഞ്ഞില്ലേ? ഇനി
എന്താണാവോ? അത് പിന്നെ ഞാനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പത്തേക്കും വേഗം റെഡി ആയിട്ട് വന്നോണം. എങ്ങോട്ട്? എല്ലാരും എങ്ങോട്ടാണ് പോണേ? അങ്ങോട്ട്. അയ്യോ ഞാൻ വരുന്നില്ല, നിങ്ങൾ മിണ്ടി പോരുത്. ഞാൻ എന്താണോ പറഞ്ഞേ അത് ചെയ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ശുദ്രന്റെ വേറൊരു മുഖം നീ കാണും. മനസ്സിലായോ? ഇന്നെന്തോ വലുത് നടക്കാൻ പോവാ, അതെനിക്ക് ഉറപ്പാ.